സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര നയരൂപീകരണത്തിന്റെ ഭാഗമായുള്ള സിനിമാ കോൺക്ലേവിന്റെ സമാപന ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നു. സമാപന സമ്മേളനം അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺക്ലേവ് വിജയകരമെന്നും പരിപാടി സംഘടിപ്പിച്ചവരെ അഭിനന്ദിക്കുന്നതായും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മാനസ മനോജുണ്ട് വിവരങ്ങൾ നൽകാൻ. മാനസ, പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ഒരു കോൺക്ലേവ് കൂടിയായിരുന്നു. സിനിമാ നയരൂപീകരണം പ്രധാനപ്പെട്ട അജണ്ട കൂടിയായിരുന്നു. അതായത് പൂർത്തിയാകാത്ത സിനിമകൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുക മാത്രമല്ല, ഈ സെൻസർ ബോർഡിന്റെ നിലപാടുകളെ കേന്ദ്രത്തെ അറിയിക്കുക എന്നൊരു വലിയ ലക്ഷ്യം കൂടിയുണ്ട്. ഒപ്പം 2 മാസത്തിനകം പുതിയൊരു നയരൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അല്ലേ? ഒരു കോൺക്ലേവ് തന്നെയായിരുന്നു ഈ 2 ദിവസങ്ങളിലായി നടന്നത്. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു സിനിമ പോളിസി കോൺക്ലേവ് നടന്നത്. അതിന്റെ സമാപന സമ്മേളനമാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അടൂർ ഗോപാലകൃഷ്ണനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹവും ഈ കോൺക്ലേവ് വൻ വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന അഭിപ്രായവും അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ടായിരുന്നു സമാപന സമ്മേളനത്തിലെ ഉദ്ഘാടന പ്രസംഗം നിർത്തിയത്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും സൂചിപ്പിക്കേണ്ടത് ഈ സിനിമാ മേഖലയിൽ ഉയർന്ന പരാതികളും അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങളും മറ്റും സംബന്ധിച്ചുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നെയായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ തന്നെ 2 ദിവസങ്ങളിലായി നടന്ന 9 പാനൽ ചർച്ചകളിൽ ഉയർന്നു എന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചത്. ഇതൊക്കെയും തന്നെ വിദഗ്ധ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പരിശോധിച്ച 2-3 മാസത്തിനുള്ളിൽ സമഗ്രമായ ഒരു സിനിമാ നയം രൂപീകരിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി ഇന്ന് സമാപന വേദിയിൽ ഉറപ്പു നൽകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് അറിയാം, രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു സിനിമാ കോൺക്ലേവ്, അതോടൊപ്പം തന്നെ ഇതിൽ ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയാണെങ്കിലും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൃത്യസമയം അല്ലെങ്കിൽ സമയ ക്രമീകരണം ഇല്ല. അതോടൊപ്പം തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു കാര്യം കൂടിയുണ്ട്, ഈ പട്ടികജാതിക്കാർക്ക് സിനിമ എടുക്കാൻ പരിശീലനം നൽകണം, അവർക്ക് ഈ ഫിലിം കോർപ്പറേഷൻ വെറുതെ അവർക്ക് പണം നൽകരുത് എന്നൊരു വിവാദ പരാമർശം ഇതിനോടകം അടൂരിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ചില പ്രതികരണങ്ങൾ വിവിധ മേഖലകളിൽ നിന്നും ഉണ്ടായി. അത് എങ്ങനെയായിരുന്നു? ഇക്കാര്യവും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാരാണ് ഇത്തരത്തിൽ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുന്ന ഒരു തീരുമാനത്തിലേക്കും നീക്കത്തിലേക്കും പോയത്. ഈ മലയാള സിനിമ തുടങ്ങിയിട്ട് 98 വർഷം പിന്നിടുമ്പോഴും അവരുടെ ഒരു നല്ല സിനിമ ഈ ഒരു നിമിഷം വരെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പിണറായി സർക്കാർ വന്നതോടുകൂടി ഈ സർക്കാരിൻ്റെ കാലത്താണ് ഈ ഒരു സഹായം നൽകുന്നത്. ആ സഹായത്തിൽ തന്നെ 4 സിനിമകൾ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പണം നൽകുന്നത് കൂട്ടുക എന്നല്ലാതെ അത് കുറയ്ക്കാനുള്ള ഒരു തീരുമാനമൊന്നും തന്നെ സംസ്ഥാന സർക്കാരിന് ഇല്ല. മാത്രമല്ല, നല്ല പരിശീലനം നൽകണം എന്നതായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ നിർദ്ദേശം. ആ ഒരു നിർദ്ദേശം മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട്, അതായത് നല്ല സിനിമ ഉണ്ടാകണമെങ്കിൽ നല്ല പരിശീലനം നൽകണം, അതിനായുള്ള സഹായവും ഉറപ്പാക്കും എന്ന തീരുമാനത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള ഒരു സമഗ്രമായ മാറ്റം തന്നെയാണ് സിനിമാ മേഖലയിൽ ഉണ്ടാവുക എന്ന് വീണ്ടും തീർച്ചയായും എല്ലാവരെയും സ്വീകരിക്കുക എന്നതായിരുന്നു ഈ കോൺക്ലേവിൽ ലക്ഷ്യമിട്ടത് എന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയത്. ഒപ്പം പുതിയ ചില നയരൂപീകരണത്തിലേക്ക് സിനിമാ മേഖലയെ എത്തിക്കുക എന്നൊരു വലിയ ലക്ഷ്യം കൂടി ഈ കോൺക്ലേവിൽ ഉണ്ടായിരുന്നു. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.